5 വോൾട്ടിൻ്റെ DC LED ട്യൂബ്. അപ്പോൾ നമ്മുടെ അഡാപ്റ്ററിലേക്ക് LED ട്യൂബ് കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ എനിക്ക് കമ്പ്യൂട്ടറിലില്ലോ, അങ്ങനെയാണ് കമ്പ്യൂട്ടറിലെങ്കിൽ എനിക്ക് ഇതിൻ്റെ ആവശ്യമില്ല എന്ന് ചിലർ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ എയർ മൗസ് എന്ന് പറയുന്ന സാധനം. സാധാ മൗസിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണിത്. സൂര്യ ഇലക്ട്രോണിക്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കടയിലുള്ള ഒരു 3-4 പ്രൊഡക്റ്റുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ആദ്യത്തെ ഐറ്റം 5 വോൾട്ടിൻ്റെ ഒരു DC LED ട്യൂബാണ്. 5 വോൾട്ടിൻ്റെ DC LED ട്യൂബോ? അതെ, 5 വോൾട്ടിൻ്റെ DC LED ട്യൂബ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 വോൾട്ടിൻ്റെ LED ട്യൂബും 12 വോൾട്ടിൻ്റെ LED ബൾബൊക്കെ വിപണിയിൽ ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ 5 വോൾട്ടിൻ്റെ LED ട്യൂബ് എന്തിന്? അപ്പോൾ എങ്ങനെ തെളിയിക്കാൻ പറ്റും? അല്ല, 6 വോൾട്ടിൻ്റെ ബാറ്ററിയിൽ തെളിക്കാം. 5 വോൾട്ടിൻ്റെ ബാറ്ററി ഇല്ലല്ലോ, 6 വോൾട്ടിൻ്റെ ബാറ്ററി തെളിക്കാം. 4 വോൾട്ടിലും വേണമെങ്കിൽ തെളിക്കാം. പ്രകാശം കുറച്ച് കുറവായിരിക്കും. ഇതുപോലത്തെ 2 എണ്ണം വെച്ച് നമുക്ക് 12 വോൾട്ട് കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. 2 എണ്ണം വെച്ച് കഴിഞ്ഞാൽ 12 വോൾട്ട് ബാറ്ററിയിലും ഈ പറഞ്ഞ DC 5 വോൾട്ടിൻ്റെ LED ട്യൂബ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഈ ബാറ്ററി ലൈഫ്, അതായത് നമുക്ക് ഒരു ബാറ്ററി ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ലൈഫ് നമുക്ക് കൂട്ടാൻ വേണ്ടി ഇങ്ങനെയുള്ള DC LED ട്യൂബുകൾ മിക്ക ആൾക്കാരുടെ വീട്ടിലും, നമ്മുടെ സുഹൃത്തിൻ്റെയൊക്കെ വീട്ടിൽ കറണ്ട് ചാർജ് കൂടുതലായ കാരണം ഈ ബാറ്ററി 12 വോൾട്ട് ബാറ്ററിനെ ഡയറക്റ്റ് DC സിസ്റ്റം ആക്കുക വീട്ടിലേക്ക്. അപ്പോൾ ലൈറ്റൊക്കെ DC സിസ്റ്റം ആക്കി കഴിയുമ്പോൾ ബാറ്ററിയിൽ നിന്ന് ഫുള്ള് എനർജി ലാഭിക്കാൻ പറ്റും. അപ്പോൾ അത് ഒരു ഗുണം തന്നെയാണ്. നമുക്കെന്നാണെങ്കിലും ഈ ട്യൂബ് ഒന്ന് ഇതിൻ്റെ പാക്കറ്റിൽ നിന്ന് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇവിടെ 5 വോൾട്ടിൻ്റെ 12 വോൾട്ടിൻ്റെ ബാറ്ററി ഒന്നും ഇവിടെ ഇരിക്കുന്നില്ല, അല്ലെങ്കിൽ 6 വോൾട്ടിൻ്റെ ബാറ്ററി അല്ല ഇവിടെ ഇരിക്കണം. ഞാനിപ്പോൾ DCയിൽ ഇത് തെളിച്ച് കാണിക്കാം. DCയുടെ AC DC 5 വോൾട്ടിൻ്റെ ഒരു അഡാപ്റ്ററിൽ ഞാൻ ഈ സാധനം നിങ്ങൾക്ക് തെളിച്ച് കാണിക്കാം. ഇതാണ് നമ്മുടെ 5 വോൾട്ടിൻ്റെ LED ട്യൂബ്. ഡയറക്റ്റ് USB പ്ലഗ് ചെയ്യാനാണ് കൊടുത്തത്. ഡയറക്റ്റ് നമുക്ക് USB പോർട്ടാണ് കൊടുത്തത്. അതായത് നമ്മുടെ മൊബൈലിൻ്റെ ചാർജിൽ കണക്ട് ചെയ്താൽ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു USB പോർട്ടുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ സാധനം അതിനകത്തോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈറ്റ് തെളിയുന്നതാണ്, ഈ ട്യൂബ് തെളിയുന്നതാണ്. നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഈ ട്യൂബ് തെളിക്കാൻ വേണ്ടി നമുക്കൊരു DCയുടെ 5 വോൾട്ടിൻ്റെ അഡാപ്റ്റർ എടുത്തിട്ടുണ്ട്. മൊബൈലിൻ്റെ അഡാപ്റ്ററാണ്. നിങ്ങൾക്ക് ഈ അഡാപ്റ്റർ തന്നെ യൂസ് ചെയ്യണമെന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ നിങ്ങളുടെ വീട്ടിലെ ഒരു DVD പ്ലെയറിൻ്റെ USBയിലോ TVയുടെ USBയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു USB പോർട്ട് ഉണ്ടെങ്കിൽ ആ USB പോർട്ടിൽ ഈ സാധനം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ വെളിച്ചം, നിങ്ങൾക്ക് സൂപ്പർ വെളിച്ചം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നമുക്ക് എന്നാണെങ്കിലും ഈ DC അഡാപ്റ്റർ 5 വോൾട്ടിൻ്റെ DC അഡാപ്റ്ററിലേക്ക് ഈ LED ട്യൂബ് ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ അഡാപ്റ്ററിലേക്ക് ഈ സാധനം LED ട്യൂബ് കണക്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഇതിൻ്റെ പവർ സപ്ലൈ ഒന്ന് കണക്ട് ചെയ്യാം. കണ്ടോ, ഇത്ര ഉള്ള കാര്യം. DC LED ട്യൂബ് റെഡി. അപ്പോൾ നിങ്ങൾക്ക് ഈ തരത്തിൽ നിങ്ങളുടെ വീട്ടിലെ DC സിസ്റ്റം ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കറണ്ട് ചാർജ് ഒരുപാട് ലാഭിക്കാൻ പറ്റും. ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം. ബേസിക്കലി നിങ്ങൾ എഴുതുന്ന സ്ഥലത്ത് അങ്ങനെ, അല്ലെങ്കിൽ ഒരു ടേബിൾ പിള്ളേർ പഠിക്കുന്ന സ്ഥലത്ത് അത്തരം സ്ഥലങ്ങളിൽ ഒരു ടേബിൾ ലാമ്പിന് പകരം ഈ സാധനം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. കാരണം ഒരു ടേബിൾ ലാമ്പ് നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ ചൈനയുടെ 350 രൂപ കൊടുക്കണം. പിന്നെ നല്ലൊരു ക്വാളിറ്റിയുള്ള സാധനം കിട്ടുന്ന 750 രൂപ കിട്ടണം. അപ്പോൾ ആ തരത്തിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ സാധനം നിങ്ങൾക്ക് ഒരു ടേബിൾ ലാമ്പ് പോലെ ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ റീഡിംഗ് റൂമിൽ ഉപയോഗിക്കാൻ പറ്റും. 5 വോൾട്ട് കറണ്ടേ ആവുള്ളൂ. ഇനി വേണമെങ്കിൽ അല്ലെങ്കിൽ തന്നെ ഡയറക്റ്റ് DCയിൽ ഉപയോഗിക്കാൻ പറ്റും, ബാറ്ററി ഉണ്ടെങ്കിൽ. അപ്പോൾ അത്തരത്തിൽ ഉപയോഗിക്കാൻ പറ്റും. കാരണം ഇതിൻ്റെ ലൈറ്റിംഗ് ഇടല്ലേ, നല്ല സൂപ്പർ ലൈറ്റിംഗ് ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഐറ്റം. ഇതിൻ്റെ വില എന്ന് പറയുമ്പോൾ നമ്മുടെ ഷോപ്പിൽ 150 രൂപയാണ് ഈ സാധനത്തിന് വന്നുള്ളൂ. 5 വോൾട്ട് DC സിസ്റ്റം 150 രൂപയ്ക്ക് നിങ്ങൾക്ക് സൂര്യ ഇലക്ട്രോണിക്സിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഓക്കെ, അടുത്ത് നമ്മുടെ രണ്ടാമത്തെ ഐറ്റമാണ് HDMI സ്പ്ലിറ്ററാണ്. ഒരു 3Dയും അല്ലെങ്കിൽ ഈ പറഞ്ഞ 4Kയും 180 ഫുൾ HD എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു HDMI സ്പ്ലിറ്ററാണ്. ഒരു ഇൻപുട്ടാണ് ഇതിനകത്തുള്ളത്. HDMI ഇൻപുട്ട് ഒരെണ്ണമുണ്ട്. അതിൽ നിന്ന് 2 ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഒരു കമ്പ്യൂട്ടറിൻ്റെ CPU, അതിൽ നിന്ന് നമുക്ക് 2 മോണിറ്ററിലേക്ക് പ്ലേ ചെയ്ത് കാണിക്കണം. 2 മോണിറ്ററിലേക്ക് കാണിക്കാൻ വേണ്ടി ഈ സാധനം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കമ്പ്യൂട്ടറിൻ്റെ CPUവിൻ്റെ HDMI ഔട്ട്പുട്ട് എടുത്തിട്ട് ഇതിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് 2 മോണിറ്ററിലേക്ക് നമുക്ക് ഔട്ട്പുട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനിയിപ്പോൾ എനിക്ക് കമ്പ്യൂട്ടറിലില്ലോ, അങ്ങനെയാണ് കമ്പ്യൂട്ടറിൽ എനിക്ക് ഇതിൻ്റെ ആവശ്യമില്ല എന്ന് ചിലർ വേണമെങ്കിൽ പറയാം. അങ്ങനെയാണെങ്കിൽ മറ്റൊരു വേറെ ഗുണങ്ങളുണ്ട്. നമ്മുടെ വീട്ടിൽ ഒരു സെറ്റ് ബോക്സ് ഉണ്ട്. ഒരു ടാറ്റ സ്കേഡിയോ സൺ ഡയറക്റ്റിൻ്റെയോ വീഡിയോക്കോണിൻ്റെയോ ഏതിൻ്റെങ്കിലും ഒരു സെറ്റ് ബോക്സ് ഉണ്ടെങ്കിൽ അതിന് ഒരു HDMI ഔട്ട്പുട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ അപ്പുറത്തെ റൂമിലും കൂടെ ഒരു TV കാണണം. എന്താ മാർഗം? അതിൽ നിന്ന് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് കൂടി ഇത് കണക്ട് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ HDMI സ്പ്ലിറ്റർ. ഒരു HDMI ഇൻപുട്ടാണ് ഇതിനകത്തുള്ളത്. 2 ഔട്ട്പുട്ട് കൊടുത്തിട്ടുണ്ട്.
ഇവിടെ ഒരു ഡി സിയുടെ 5 വോൾട്ട് കണക്ട് ചെയ്യാവുന്ന ഒരു പോർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഡി സിയുടെ അഡാപ്റ്ററും അവർ തന്നിട്ടുണ്ട്. ഇത് ആവശ്യം വരില്ല, കാരണം ഓട്ടോമാറ്റിക്കിൽ തന്നെ ഇതിൻ്റെ HDMI കേബിൾ കണക്ട് ചെയ്യുമ്പോൾ അതിന് ആ കേബിളിൽ കൂടെ തന്നെ ഒരു 5 വോൾട്ട് കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മതിയാവും. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ DC അഡാപ്റ്റർ യൂസ് ചെയ്താൽ മതി. പിന്നെ ഇതിനകത്ത് ഈ HDMI സ്പ്ലിറ്ററിൽ മെൻഷൻ ചെയ്തേക്കുന്നത് UHD സപ്പോർട്ട് ചെയ്യും, അതുകൂടാതെ 4K ആൻഡ് 2K പിന്നെ 3Dയും സപ്പോർട്ട് ചെയ്യും എന്ന് ഇതിനകത്ത് വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ 1x, അതായത് ഒരു ഇൻപുട്ടും കൊണ്ട് 2 ഔട്ട്പുട്ട് ആവശ്യമുള്ള ആൾക്കാർ നമ്മുടെ ഷോപ്പിൽ വന്ന് ഈ സാധനം പർച്ചേസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഷോപ്പിൽ ഈ സാധനത്തിൻ്റെ വില ഏകദേശം 750 രൂപയാണ് വരുന്നത്. അടുത്ത മൂന്നാമത്തെ ഐറ്റമാണ് എയർ മൗസ്. എന്താണ് എയർ മൗസ് എന്ന് നിങ്ങൾ ചിലപ്പോൾ ചോദിക്കുകയായിരുന്നു. പക്ഷേ എയർ മൗസ് ഉപയോഗിക്കാൻ പറ്റുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൗസിൻ്റെ കൂടെ ഒരു USB ഉണ്ടാവും. ആ USB നിങ്ങളുടെ ആൻഡ്രോയിഡ് TVയിലോ ഇനിയിപ്പോൾ പ്രൊജക്ടറിലോ അല്ലെങ്കിൽ ഒരു സ്മാർട്ട് TVൻ്റെ ബോക്സിലോ USB പോർട്ടുള്ള ഏത് ആൻഡ്രോയിഡ് പ്രൊഡക്റ്റിലും ഈ സാധനം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കാരണം ഇതിൻ്റെ ഫീച്ചേഴ്സ് പ്രത്യേകത എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് നമ്മുടെ എയർ മൗസ് എന്ന് പറഞ്ഞ സാധനം. എവിടെ എയർ മൗസ് എന്ന് നിങ്ങൾ നോക്കും. ഇതിങ്ങനെ തിരിച്ച് കാണിക്കാം. ഇതാണ് എയർ മൗസ്. ഈ എയർ മൗസിൻ്റെ മറ്റൊരു പ്രത്യേകത എന്നാണെന്നറിയോ? ഒരു കുഞ്ഞൻ കീബോർഡാണ് ഇതിന് പുറകിലുള്ള ഒരു കുഞ്ഞൻ കീബോർഡ്. ഇതിനകത്ത് ഇന്റേണൽ ബാറ്ററിയാണ് ഉള്ളത്. അതായത് നിങ്ങൾക്ക് ഇത് ഓൾറെഡി ചാർജ് ചെയ്യാം. അതായത് നിങ്ങളുടെ മൊബൈലിൻ്റെ ചാർജർ ഉപയോഗിച്ച് തന്നെ ഈ സാധനം നിങ്ങൾക്ക് ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കണക്ടിവിറ്റി എന്ന് പറയുന്നത് USB ആണ്. ആൻഡ്രോയിഡ് TV ബോക്സിലേക്കോ അല്ലെങ്കിൽ സ്മാർട്ട് TVയിലേക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രൊജക്ടറിലേക്കോ അങ്ങനെ കമ്പ്യൂട്ടർ CPUയിലേക്ക് ഏതിലേക്ക് വേണമെങ്കിലും കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ ഇത് പറ്റും. അപ്പോൾ ചിലർ ചോദിക്കും, എൻ്റെ വീട്ടിലെ സ്മാർട്ട് TVയിൽ ഈ പറഞ്ഞ പോലെ മൗസ് ഉപയോഗിക്കാൻ പറ്റുമല്ലോ എന്ന് പറയും. പക്ഷെ മൗസിന് പകരം കീബോർഡ് ഉണ്ടാവില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. ഇതിൻ്റെ മറ്റ് ഫീച്ചേഴ്സ് ഇതിൻ്റെ മാനുവലിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് 10 മീറ്റർ റേഞ്ച്, അതായത് നമ്മൾ ഈ USB എവിടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഏത് പ്രൊജക്റ്റിലാണ് USB കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഏത് LED TVയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അവിടെ നിന്ന് ഒരു 10 മീറ്റർ ഡിസ്റ്റൻസിൻ്റെ അപ്പുറം മാറി നിന്നുകൊണ്ട് തന്നെ ഈ സാധനം ഈ റിമോട്ട് വർക്ക് ചെയ്യാൻ കഴിയും എന്നാണ് ഇവരുടെ മാനുവലിൽ പറയുന്നത്. 1450 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് 1450 വരണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പേടിച്ചിട്ട് കാര്യമില്ല. കാരണം ഇതിനകത്ത് കീബോർഡ് ഉണ്ട്. കാരണം ഒരു വയർലെസ് കീബോർഡിന് എത്ര കൊടുക്കണം? വയർലെസ് കീബോർഡ് നല്ലൊരു കീബോർഡ് കിട്ടണമെങ്കിൽ മിനിമം 1000 രൂപ കൊടുക്കണം. 1000 രൂപ കൊടുക്കാണ്ട് ലോജിടെക്കിൻ്റെയോ കീബോർഡ് കിട്ടുമോ? 1000 രൂപയ്ക്ക് ലോജിടെക്കിൻ്റെ കീബോർഡ് കിട്ടില്ല. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് സൂപ്പർ തന്നെയാണ്, അടിപൊളി തന്നെയാണ്. നമുക്ക് എന്താണെങ്കിലും നമ്മുടെ ഈ പ്രൊജക്ടർ റൂമിൽ തന്നെ ഒരു CPU ഉണ്ട്. അതിനകത്ത് സാധനം ഒന്ന് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉപയോഗം എങ്ങനെയാണ്, ഏത് രീതിയിലാണ് എന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതിൻ്റെ USB നമ്മുടെ CPUയിലേക്ക് ഒന്ന് കണക്ട് ചെയ്യാം. നമ്മുടെ CPUയിലേക്ക് ഈ സാധനം കണക്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ എയർ മൗസ് എങ്ങനെ പ്രവർത്തിക്കാമെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കണ്ടോ, മൗസ് വർക്ക് ചെയ്യണ്ടോ? ഈ PC ഓപ്പൺ ചെയ്യാം. അതായത് ഇതാണ് എയർ മൗസ് എന്ന് പറയുന്നത്. സാധാ മൗസിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണിത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. കണ്ടോ, ഡ്രൈവ് ഓപ്പൺ ചെയ്യാം. കണ്ടോ, നമ്മുടെ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് എയർ മൗസ് വെച്ച് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. യൂട്യൂബ് ചാനലൊക്കെ ഈസി ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ എയർ മൗസ് വെച്ച് തന്നെ നമുക്ക് അതിൻ്റെ ഇത് ഓടിക്കാനൊക്കെ ഈസി ആയിട്ട് പറ്റും. വളരെ ഈസി ആയിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ ഒന്ന് ടൈപ്പ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തു. ഇതിനകത്ത് തന്നെ ഈസി ആയിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഈസി ആയിട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റും. കണ്ടോ, അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഏറ്റവും വലിയ ഫെസിലിറ്റിയാണിത്. കാരണം നമുക്ക് ഓൾറെഡി എയർ മൗസിൻ്റെ പ്രത്യേകത ഒന്ന് മൗസ് മാത്രമല്ല ഉപയോഗിക്കണം, നമുക്ക് കീബോർഡ് ഈസി ആയിട്ട് നമുക്ക് ചെറിയ പോക്കറ്റാണ്, അതായത് വെറുതെ ചുമ്മാ പോക്കറ്റിലിട്ടുകൊണ്ട് പിടിച്ചുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണിത്. ഈ എയർ മൗസ് റിമോട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
ഈ എയർമോസിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് 1450 രൂപയാണ്. ഞാൻ ആദ്യം റേറ്റ് പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ സ്മാർട്ട് ടി വിയിൽ കീബോർഡ് ഇല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ആ തരത്തിലെ കീബോർഡ്, വലിയ കീബോർഡൊന്നും മേടിച്ച് വെക്കേണ്ട ആവശ്യമില്ല. ഈ തരത്തിലെ റിമോട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ PC-യിലോ അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ബോക്സിലോ ഇനിയിപ്പോൾ പ്രൊജക്ടറിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ടി വിയിലോ എന്തിൽ വേണമെങ്കിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഈ എയർ മൗസ്. അപ്പോൾ ഇതിൻ്റെ വില 1450 രൂപയാണ്. സൂര്യ ഇലക്ട്രോണിക്സ് വന്നാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇന്നത്തെ 3 പുതിയ പ്രൊഡക്റ്റിൻ്റെ വീഡിയോയും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇതുപോലെ പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ നമ്മുടെ സൂര്യ ഇലക്ട്രോണിക്സിൽ വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് റിവ്യൂ ചെയ്ത് തരുന്നതാണ്. റിവ്യൂ എന്ന വീഡിയോ നിങ്ങൾ കാണുന്നതിന് വേണ്ടി നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബൈക്കണും കൂടെ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ മാത്രമാണ് ഞാൻ വീഡിയോ ഇടുന്ന വഴി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വീഡിയോ ലഭിക്കുകയുള്ളൂ. അങ്ങനെ പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മുടെ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കഴിയുന്നതാണ് വളരെ വില കുറവിൽ. എന്നാൽ പിന്നെ അടുത്ത വീഡിയോ കാണാം അല്ലേ? ഓക്കെ.